ഹലോ ഗായ്സ്, നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുന്നതാണ് എനിക്ക് എത്ര അമ്പെണ്ണുണ്ട്. പെട്ടെന്ന് നമുക്കൊരു മറുപടി പറയാനായിട്ടൊരു ഇത് വരുമല്ലേ. എന്താണ് ഈ ചോദ്യം? തനിക്ക് എത്ര അമ്മയുണ്ടെന്ന്. ഏതായാലും ഒരമ്മക്കല്ലേ നമ്മളെ പ്രസവിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതേ ചോദ്യം എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് 3 അമ്മമാരുണ്ടെന്ന്. ആദ്യമായിട്ട് ഞാൻ കണ്ട അമ്മ എന്നെ പ്രസവിച്ച എൻ്റെ സ്വന്തം അമ്മയാണ്. രണ്ടാമത് ഞാൻ കണ്ട അമ്മ എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്ന പരിശുദ്ധ മറിയമെന്ന അമ്മയാണ്. മൂന്നാമത് എൻ്റെ അമ്മ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ്. അങ്ങനെ എനിക്ക് 3 അമ്മമാരുണ്ട്. പക്ഷേ ഈ 3 അമ്മമാരിൽ 2 അമ്മമാർക്ക് ആദ്യത്തെ അമ്മയ്ക്ക് നമ്മളെ ചെറുതിലെ പ്രസവിച്ച് വളർത്തി കെട്ടിച്ചുവിടാൻ പറ്റും. രണ്ടാമത്തെ അമ്മയ്ക്ക് നമ്മളെ ഭർത്താവിൻ്റെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവരുടെ സ്വഭാവം അനുസരിച്ച് സ്നേഹം കാണിക്കാൻ പറ്റും, പോര് കാണിക്കാൻ പറ്റും. പക്ഷേ ഈ 3ാമത്തെ അമ്മയുണ്ടല്ലോ, പരിശുദ്ധമ്മ, ഈ അമ്മ ലോകം എത്ര വെറുത്ത ഭാവിയാണെങ്കിലും കൊലപാതകയാണെങ്കിലും കള്ളനാണെങ്കിലും എല്ലാവരെയും വെറുക്കപ്പെടുന്നവനാണെങ്കിലും പരിശുദ്ധ അമ്മ ആരെയും വെറുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. പരിശുദ്ധ അമ്മയ്ക്ക് ആരെയും വെറുക്കാൻ സാധിക്കില്ല. പാപികളെ തേടി വന്ന പാലകനായ ഈശോയുടെ അമ്മയായതുകൊണ്ടാവണം പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ മറ്റുള്ളവരെ മാറ്റി നിർത്താൻ, കുറ്റം പറയാം, പലരെ പറ്റിയും പലതൊക്കെ പറയും. അവനെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളൂല, അവളെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളൂല എന്നൊക്കെ. പക്ഷേ പരിശുദ്ധ അമ്മയ്ക്ക് അങ്ങനെ മാറ്റി നിർത്താനായിട്ട് നമ്മുടെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരു വ്യക്തി പോലും ഇല്ലെന്നുള്ളതാണ് സത്യം. ആ പരിശുദ്ധ അമ്മയെ ധ്യാനിക്കുന്ന ഈ ഒക്ടോബർ മാസത്തിൽ നമ്മളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഒരു വലിയ ചിന്ത അതാണ്. ദൈവം ആരെയും വെറുക്കുന്നില്ല, അകറ്റി നിർത്തുന്നില്ല. നമ്മളൊരു കഥ കേട്ടിട്ടില്ലേ? ഞാൻ ചെറുതിൽ ഒത്തിരി ധ്യാനങ്ങളൊക്കെ കൂടുന്ന വ്യക്തിയായിരുന്നു. ഇപ്പോഴും എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും സന്തോഷം നൽകണത് മരിയൻ ഭക്തിഗാനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും പാടുമ്പോഴാണ്. എനിക്ക് വലിയ പാട്ട് പാടാനൊന്നും അറിയില്ലെങ്കിലും ഏതെങ്കിലും ഒരു ഭക്തിഗാനം, മരിയൻ ഗാനം കാസറ്റ് ഇറങ്ങിയാൽ അത് കുത്തിയിരുന്ന് എഴുതി പഠിച്ച് പാടണം ഒരു സ്വഭാവം എനിക്കുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഫാമിലി എല്ലാവരും പാട്ടുകാരാണ്. പ്ലേബാക്ക് സിംഗറിലൊക്കെ വരെ എത്തി നിൽക്കുന്ന ഫാമിലിയാണ്. അപ്പം എനിക്ക് മാത്രമാണ് പാട്ട് പാടാൻ അറിയാത്ത കേട്ടോ. എൻ്റെ മോളും അത്യാവശ്യം പാടും. പക്ഷെ എനിക്കെന്ന് വെച്ചാൽ ഒരു മാതാവിൻ്റെ പാട്ട് ആദ്യമായിട്ട് കേൾക്കുമ്പോഴത്തേനും അത് പഠിച്ച് ഇങ്ങനെ പാടിക്കൊണ്ട് കിടക്കലാണ് എൻ്റെ പരിപാടി. അത് അടുക്കള ജോലി ചെയ്യുമ്പോഴായാലും ജോലി സ്ഥലത്തായാലും ചിലപ്പോൾ കൂട്ടുകാരത്തികളോട് സംസാരിക്കുമ്പോൾ പോലും ഇങ്ങനെ മാതാവിൻ്റെ പാട്ട് ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർ ചോദിക്കാറുണ്ട്, ഞങ്ങൾ പറയണത് കേൾക്കണ്ടെന്ന്. അതൊന്നും ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷേ ഇത് ഞാൻ പാടുന്നുണ്ടെന്ന് പറയും. അങ്ങനെ എനിക്കറിയില്ല. എൻ്റെ അനിയത്തി സിസ്റ്ററാണെങ്കിൽ പോലും അവൾ പറയും, ഓ ഞാനൊരു കന്യാസ്ത്രീയായിട്ട് പോലും നിനക്കാണല്ലോ ഒടുക്കത്തെ മരിയ ഭക്തി എന്ന്. ആ മരിയ ഭക്തി കുഞ്ഞുനാളിൽ അമ്മ പറഞ്ഞാൽ എത്രയും തെള്ള മാതാവ് എന്ന ജപത്തിലൂടെ ലഭിച്ചതാണ് കേട്ടോ. പിന്നെ എൻ്റെ ലൈഫിൽ എൻ്റെ വീട്ടുകാർക്ക് മാത്രം അറിയാവുന്ന രഹസ്യം ഞാനിപ്പോൾ വെളിപ്പെടുത്താൻ കൂടെയാണ് ഗായ്സ്. അതായത് എൻ്റെ വിവാഹം 2008 2008 വിവാഹം കഴിഞ്ഞപ്പോൾ 2007 വിവാഹം കഴിഞ്ഞ് 8 മകൾ ജനിച്ചു. അപ്പോൾ മകൾക്ക് 2 വയസ്സുള്ളപ്പോഴാണ് ഹസ്ബൻഡ് ഭയങ്കര മദ്യപാനിയായിരുന്നു. കുടിച്ചു വന്ന് ഞങ്ങൾ ഉപദ്രവിച്ചു രാത്രി. അപ്പോൾ ഒരു ഓഗസ്റ്റ് 15 2010 ഓഗസ്റ്റ് 5 രാത്രി 11:30 മണിക്കാണ് വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന എന്നെയും കുഞ്ഞിനെയും വന്ന് ഉപദ്രവിക്കുന്നത്. ആ സമയത്ത് ഉപദ്രവിച്ച സമയത്ത് ഞാൻ കുഞ്ഞിനെയിട്ടെടുത്ത് ഓടുകയാണ് ഉണ്ടായത്. അപ്പോൾ തൊട്ടടുത്ത് ഹസ്ബൻഡിൻ്റെ അപ്പൻ്റെ പെങ്ങളുടെ വീടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവരെ ഇത്തിരി പേടിയുള്ളതുകൊണ്ട് അവരെന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഓർത്താണ് ഞാൻ ഓടിച്ചെന്നത്. പക്ഷെ അത്രയും സമയം അവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഓടിച്ചെന്ന് കഥകി കൂട്ടുന്ന സമയത്ത് അവർ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കളഞ്ഞു. തിരിഞ്ഞ് എൻ്റെ മുഖത്തിട്ട് ഒറ്റടി അടിച്ചത് മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ. ഹസ്ബൻഡ് ഞാൻ ബോധം കെട്ട് വീഴുന്ന, തല കറങ്ങി, ശരിക്കും സിനിമയിലൊക്കെ കാണിക്കാറില്ലേ വെള്ളി നക്ഷത്രം കണ്ണി കൂടി പൊന്നിച്ച് പറക്കുന്നതൊക്കെ. സത്യത്തിൽ ഞാനത് അനുഭവിച്ചവളാണ് ഗായ്സ്. എനിക്ക് തല കറങ്ങി ഞാൻ വീഴൂല എന്നുള്ള ഒരു അവസരത്തിൽ ഞാൻ അമ്മയും മാതാവിൽ ഒരു വിളി വിളിച്ചത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ വീടിൻ്റെ നേരെ ചേട്ടത്തിയമ്മയുടെ ചേട്ടൻ്റെ വീടാണ്. തൊട്ട് സൈഡിലാണ് അമ്മയുടെ വീട്.
അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെ തലകറങ്ങി മുകളിലേക്ക് ഇങ്ങനെ തലകറങ്ങി പോകുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ മുകളിലായിട്ട് നീലയും വെള്ളം ഉടുപ്പിട്ട പരിശുദ്ധ അമ്മ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും പരിശുദ്ധ അമ്മയുടെ കയ്യിലൂടെ ഒരു നീലവെട്ടം ഒഴുകി എൻ്റെ ശരീരത്തെ അങ്ങോട്ട് പൊതിയുന്നതായിട്ട് ഞാൻ കണ്ടു, അനുഭവിച്ചു. ആ സമയം തലകറങ്ങി വീഴാൻ പോയ ഞാൻ അവിടെ നിന്ന് ഓടി കുഞ്ഞിനെയും എടുത്തുണ്ട് തിരിച്ച് ധ്യാനകേന്ദ്രം, ചിറ്റൂര് ധ്യാനകേന്ദ്രത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണേന്. രാത്രി 11:30 സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച ആ റോട്ടിൽ ആ സമയത്ത് നിൽക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ചിറ്റൂര് ധ്യാനകേന്ദ്രത്തിലെ ഫ്ലെക്സിലേക്ക് നോക്കി. അവിടെ ഒരു പരിശുദ്ധമ്മയുടെ രൂപമുണ്ട്. മാതാവ് എന്നോട് പറയുന്ന പോലെ തോന്നി, നീ അവിടെ തന്നെ നിൽക്കൂ എന്ന്. അങ്ങനെ ഞാൻ അവിടെ തന്നെ നിൽക്കുന്നു. ആ സമയത്ത് 12 മണിയാകാൻ കുറച്ച് സമയമുള്ളൂ. ആ സമയത്ത് എൻ്റെ മുമ്പിൽ ഒരു ബൈക്കിന് ഒരു ഭാര്യയും ഭർത്താവും വന്ന് നിന്നിട്ട് ചോദിച്ചു, ചേച്ചി എന്താണ് ഈ സമയത്ത് ഈ പൊടിക്കുഞ്ഞിനായിട്ട് ഇവിടെ നിൽക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ഹസ്ബൻഡ് കുടിച്ച് ഉപദ്രവിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി രക്ഷപ്പെട്ട് ഓടി വന്നതാണ്. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ വീട്ടിലെത്തണം. പക്ഷേ വരാപ്പുഴയിലേക്ക് വന്നെങ്കിൽ കോതാട് ചേർന്നൊരു ഫെറി 9:30 അടക്കും. എനിക്ക് ചേച്ചിയുടെ വീടുണ്ട് കോരമ്പാടം എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടം വരെ ഒന്ന് എത്തിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. നല്ല മനസ്സുള്ള ആ ഭാര്യയും ഭർത്താവും അവരൊതുങ്ങിയിരുന്നു. അവരെന്നെയും കൂടി പുറകിലിരുത്തി ഞാൻ കുഞ്ഞുമായിട്ട് അങ്ങനെ ആ രാത്രി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുള്ള ഒത്തിരി അവസരങ്ങളുണ്ടായിട്ടുണ്ട്. അതെല്ലാം പറയാനായിട്ട് ഈ ഒരു വീഡിയോ മതിയാവൂല. അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കൊച്ചു പേര് മാറി താമസിക്കുന്ന ഒരു ചടങ്ങിന് പോയി. അപ്പോൾ അവിടെ ഇന്നലെ കൃപാസനത്തിൽ റാലിക്ക് 2 ദിവസം മുമ്പ് കൃപാസനത്തിൽ റാലിക്ക് പോയ ഒരു പെൺകുട്ടിയുടെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ റാലിക്ക് പോയ അനുഭവങ്ങളൊക്കെ ആ പെൺകുട്ടി പറഞ്ഞു. അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് മാതാവിൻ്റെ ഒത്തിരി അനുഗ്രഹം കിട്ടിയിട്ടുള്ള ആളാണ്. ഞാൻ ഉടമ്പടിയും എടുത്തിട്ടുണ്ട്. പക്ഷെ ഉടമ്പടി എടുത്ത് വന്നിട്ട് എനിക്ക് ചില കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല, അസുഖവും തിരക്കും മൂലമൊക്കെ. അപ്പോൾ ഞാനങ്ങനെ ഈ മാതാവിൻ്റെ നേരിട്ട് കണ്ട അനുഭവം ആ കുട്ടിയോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടടുത്തിരുന്ന ഒരു ചേട്ടൻ എന്നെ ഒരു ഭയങ്കരമായിട്ട് പെണ്ണ് നുണ പറയണമെന്നുള്ള രീതിയിൽ എന്നെ നോക്കിയിട്ട് കടന്നു പോയി. അപ്പം എനിക്കത് വിഷമമായി. അപ്പം ഞാൻ ആ പരിചയപ്പെട്ട പെൺകുട്ടീനോട് ചോദിച്ചു, അയാൾ എന്താണ് എന്നെ ഒരു മധുരം നോക്കിയതെന്ന് ചോദിച്ചു. ചേച്ചി, അയാൾ വലിയ കമ്മ്യൂണിസ്റ്റുകാരനാണ്, അതാണ് മാതാവിനെ പറ്റി പറഞ്ഞിട്ട് അയാൾക്ക് അത്ര തേക്കാമെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല, പരിശുദ്ധ അമ്മയെ പറ്റി ഈ ലോകത്തോട് വിളിച്ചു പറയാൻ എനിക്കൊരു നാണക്കേടുമില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഗായ്സ്, എന്നെ കേൾക്കുന്ന നിങ്ങൾ നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തെ തള്ളിപ്പറയുന്ന ഒത്തിരി വേറെ മതവിശ്വാസികളൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയണതാണ്, പരിശുദ്ധ അമ്മ നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ, നമ്മൾക്ക് ആരേക്കാൾ കൂടുതൽ വിശ്വസിച്ച് ആശ്രയിക്കാവുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. എൻ്റെ ജീവിതത്തിലുടനീളം ഞാൻ പരിശുദ്ധ അമ്മയെ, എൻ്റെ അമ്മ പകർന്നു നൽകിയ പരിശുദ്ധ അമ്മയെ മുറുകി പിടിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് എന്നെ എന്തൊക്കെ കാണിച്ചാലും ഹസ്ബൻഡിൻ്റെ അമ്മയെ ഞാനിപ്പോഴും, എൻ്റെ അമ്മയെക്കാൾ ഇത്തിരി കൂടുതൽ ഇഷ്ടം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മനെയാണ്. അതുപോലെ ഞാൻ അമ്മച്ചിനെ നോക്കുന്നുണ്ട്. അമ്മച്ചിക്ക് എന്താവശ്യം വന്നാലും അതൊക്കെ സാധിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളേത് പാപികൾ, ഞാനൊരിക്കൽ കൂടി പറയുന്നു, ലോകത്തെ എത്ര വലിയ പാപിനാണെങ്കിലും മാതാവ് ആരെയും കൈവിടൂലെന്നുള്ള ആ ഒരു വിശ്വാസം നിങ്ങൾക്കും ഉണ്ടാകട്ടെ.